السلام عليكم ورحمة الله. الحمد لله نحمدك يا من أوضحت لنا سبل الهداية، والصلاة والسلام على من أرشدنا طريق الهداية وعلى آله وأصحابه أجمعين. أما بعد. വേദിയിലുള്ള ഈ മഹത്തായ കൂട്ടായ്മയുടെ നേതൃത്വ നിരയിൽ ഉജ്ജ്വലമായി ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഹുസൈൻ സലഫി, വൈജ്ഞാനിക മേഖലയിൽ ഏറെ സംഭാവനകൾ അർപ്പിക്കുന്ന ബഹുമാന്യനായ സാദിഖ് മദീനി, എൻ്റെ ബഹുമാന്യ ഗുരുനാഥൻ ഉമർ ഫൈസി, ISM MSM ദാവാ സമിതി, ഈ മൂന്ന് കൂട്ടായ്മകളുടെയും ഭാരവാഹികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മഗ്രിബ് നമസ്കാരാനന്തരം തുടങ്ങുന്ന ഒരു പ്രോഗ്രാമായിട്ടുകൂടി പ്രോഗ്രാം അതിൻ്റെ ഏറ്റവും പ്രൗഢിയിലും ഏറ്റവും മനോഹാരിതയിലും ആരംഭിക്കാൻ സമയബന്ധിതമായി, ഒന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ സമയത്തിന് മുമ്പേ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇനിയും നമ്മുടെ സഹോദരങ്ങൾ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഏറെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് അത്യാവശ്യ കാര്യങ്ങൾ പൂർത്തീകരിച്ച മുഴുവൻ സുഹൃത്തുക്കളും അൽഹംദുലില്ലാ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സദസ്സിന്റെ ക്രമീകരണം പൂർണ്ണമാണ്. അത് സമ്പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഓരോരുത്തരും സ്വയം തിരിച്ചറിഞ്ഞ് നിർവഹിക്കണമെന്ന് ഞാൻ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാട്സാപ്പിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. വീഡിയോയിൽ ഉണ്ടായിരുന്നത് വളരെ തളർന്ന അവശയായി കിടക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയെ അവരുടെ ഭർത്താവ് പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് കുറേ നേരം കുലുക്കിയിട്ട് അവിടെ തന്നെ കിടത്തി. ഷെൽഫിലുള്ള മരുന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ് അതിനുള്ള എന്തോ ഒരു തയ്യാറെടുപ്പാണ്. അപ്പൊ ഷെൽഫിലുള്ള മരുന്നെടുത്ത് നോക്കുമ്പോൾ ആ മരുന്നിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഷെയ്ക്ക് ബിഫോർ ഡ്രിങ്ക്, കുടിക്കുന്നതിന്റെ മുമ്പ് നന്നായി കുലുക്കുക എന്നാണ്. അയാൾ വിചാരിച്ച് കുലുക്കേണ്ടത് രോഗിനെയാണെന്നാണ്. അതുകൊണ്ട് ഭാര്യനെ നന്നായി പിടിച്ച് കുലുക്കിയിട്ട് അവിടെ കിടത്തി. എന്നിട്ട് മരുന്ന് കുലുക്കാതെ എടുത്ത് കൊടുക്കുകയും ചെയ്തു. എനിക്ക് ഇവിടെ കൈമാറാനുള്ളൊരാശയം നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരിക എന്ന ലക്ഷ്യം മാത്രമേ ഈ ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതിന്റെ ലക്ഷ്യമുള്ളൂ. പലപ്പോഴും മതരംഗത്ത് പല വിഷയങ്ങളിലും നമ്മൾ എങ്ങനെയാണ് കുലുക്കിക്കൊണ്ടിരിക്കുന്നത്? കുലുക്കേണ്ടതല്ല യഥാർത്ഥത്തിൽ കുലുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കുലുക്കേണ്ടത് രോഗിനെയാണ്, യഥാർത്ഥത്തിൽ കുലുക്കേണ്ടത് മരുന്നാണ്. ഇത് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രം ബോധ്യപ്പെടുന്ന ഒരു വലിയ യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലെ വളരെ ശക്തമായ തെറ്റിദ്ധാരണകളുടെ വൻമതിലുകൾ, ആ തെറ്റിദ്ധാരണകളുടെ വൻമതിലുകൾക്കപ്പുറത്ത് ഒന്നും കേൾക്കണ്ടെന്നും ഒന്നും കാണണ്ടെന്നും ഒന്നും പഠിക്കണ്ടെന്നും വിശ്വസിച്ച് കാലഘട്ടങ്ങളായി ഞാൻ ജീവിച്ചു പോരുന്ന രീതിയും മാർഗവും മാത്രമേ ശരിയുള്ളൂ എന്ന് ധരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന കുറെ ആളുകൾ, അവര് ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ, അവര് ഒന്ന് കാതോർക്കാൻ തയ്യാറായാൽ, ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾക്കും വളരെ വിപുലമായ വിപ്ലവങ്ങൾക്കുമുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിന്റെ കമ്പാർട്ട്മെന്റുകൾക്കുള്ളിൽ നടക്കുന്ന ഈ തെറ്റിദ്ധാരണയുടെ തോതിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം കമ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അത് പൂർണ്ണമായി കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആളുകൾക്ക് ചില ഗ്രാഹ്യത പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ അടുത്ത കാലത്ത്
ലോകത്ത് പുറത്തിറങ്ങിയ 17 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഫിലിമുണ്ട്. ഫിത്ന എന്ന പേരിൽ ഇറങ്ങിയ ഒരു ഫിലിം. ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്താൽ ആ ഫിലിമിന്റെ ദൈർഘ്യവും ആ ഫിലിമിന്റെ എന്തെല്ലാം വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്നതൊക്കെ ആ ഫിലിം കാണാതെ തന്നെ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഫിലിം എഴുതിയ വ്യക്തി, ആ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ വ്യക്തി, അതിന്റെ സംവിധാനം ചെയ്ത വ്യക്തി വളരെ ക്രൂരമായ പ്രവാചക വിമർശനവും ഇസ്ലാം വിമർശനവുമാണ് യഥാർത്ഥത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിലെ അദ്ദേഹത്തിന്റെ പ്രചോദകം എന്ന് പറയുന്നത്, പ്രേരകം എന്ന് പറയുന്നത് ലോകത്തെമ്പാടും നിലനിൽക്കുന്ന തീവ്രവാദ പ്രക്രിയകളും നിരപരാധികളെ കൊന്നൊടുക്കുന്ന അധർമ്മങ്ങളുമാണ്. നിരപരാധികളെ കൊന്നൊടുക്കുന്ന മഹാ അധർമ്മങ്ങൾക്കു പിന്നിൽ നിലനിൽക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ആചാര്യനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്ന ആത്മാർത്ഥതയില്ലെന്നും ബിസിനസിന്റെ അപ്പുറത്ത് ഒരു ഫിലിം നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ആ മാനസികാവസ്ഥയെ മനസ്സിലാക്കിയ ലോകത്തെ വളരെ പ്രഗത്ഭരായ ഇസ്ലാമിക സ്കോളേഴ്സും ഓൺലൈൻ എഴുത്തുകാരും വളരെ സാധാരണക്കാരായ നിഷ്കാമകർമ്മികളായ മുസ്ലിം സുഹൃത്തുക്കളുമൊക്കെ അദ്ദേഹത്തിന് പ്രവാചക ചരിത്രത്തിന്റെ യഥാർത്ഥ സ്രോതസ്സുകളും ജിഹാദുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിശദീകരണങ്ങളൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് കാണാനും അത് കേൾക്കാനും അത് പഠിക്കാനും സന്നദ്ധമായപ്പോൾ അവിടെയാണ് നിങ്ങൾ എന്റെ വാചകത്തിന് വൃത്തം വരയ്ക്കേണ്ടത്. ഇത്രയും കാലം വേറെ ഏതോ ഒരു ഫ്രെയിമിലും ഇത്രയും കാലം വേറെ ഏതോ ഒരു മാനസികാവസ്ഥയിലും നിലനിന്നിരുന്ന ആ സഹോദരൻ, ആ വളരെ ഉന്നതനായ പണ്ഡിതൻ, ആ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ വളരെ വീക്ഷണഗതിയോടുകൂടെ പ്രവർത്തിച്ച ആ മനുഷ്യൻ, അദ്ദേഹം പ്രവാചക ജീവിതത്തെയും പ്രവാചകന്റെ സംസ്കാരത്തെയും പ്രവാചകൻ സമൂഹത്തിന് കൈമാറുന്ന തലങ്ങളെയും പഠിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിന്റെ വായനയുടെ വേഗത കൂടുകയും അദ്ദേഹം ആഴത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഒരു ദിവസം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ടൈം ലൈനിൽ അദ്ദേഹം കുറിച്ചിട്ടു, ഓ സോറി മൈ പ്രൊഫറ്റ്, ഒരു ആലങ്കാരികമായ പ്രയോഗം, പ്രവാചക അങ്ങനോട് ക്ഷമിക്കണേ എന്ന ഒരു ആലങ്കാരിക പ്രയോഗം അദ്ദേഹം നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്ന മഹാമനുഷ്യനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് മുഴുവൻ കുറെ തെറ്റിദ്ധാരണകളുടെ മതിലുകൾക്കിപ്പുറത്തെ വായനകളായിരുന്നുവെന്നും തന്റെ മനസ്സിൽ കുമിഞ്ഞുകൂടിയ തെറ്റിദ്ധാരണകളുടെ മധ്യത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന്റെ നേരെ നോക്കിയപ്പോൾ അവരെ എനിക്ക് വിമർശിക്കാൻ തോന്നിയെന്നും അവര് സമൂഹത്തിൽ കലാപങ്ങൾ കെട്ടഴിച്ചുവിടുന്ന അക്രമകാരികളായി എനിക്ക് ചിന്തിക്കാൻ പറ്റിയെന്നും അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം നേരെ ഹറമിലെത്തുകയും ഉംറ നിർവഹിക്കുകയും ഷെയ്ഖ് സുദൈസിന്റെ കൂടെ ഇരുന്ന് സംഭാഷണം നടത്തുന്നതിന്റെ ഫോട്ടോസ് അത് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ഞാൻ പറയുമ്പോ ഈ സദസ്സിലും ഈ സദസ്സിന്റെ പുറത്തും ഈ മൈക്രോഫോണിന്റെ ശബ്ദപരിധിയിലും എന്നെ കാതുകൂർപ്പിച്ച് കേട്ട് എന്റെ സംസാരം നല്ലൊരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ചിന്തിക്കുന്ന എന്റെ സഹോദര, ഇതേപോലെ നിരവധി തെറ്റുധാരണകൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ ചിന്തിക്കുക, ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് സ്വഹാബികളെ ചീത്ത പറയുന്നവരെന്നോ പ്രവാചകനെ സാധാരണ മനുഷ്യനാക്കുന്നവരെന്നോ ദിക്റും ദുആയും ഇല്ലാത്തവരെന്നോ ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെന്നോ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് ഒരു 10 മിനിറ്റെങ്കിലും ആത്മാർത്ഥമായി കേൾക്കണം, അറിയണം, പഠിക്കണം എന്ന മാനസികാവസ്ഥയോടുകൂടെ എന്റെ സംസാരം കേൾക്കുന്ന എത്ര സുഹൃത്തുക്കൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന എത്ര സുഹൃത്തുക്കൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാകും? വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും ചിന്താ വിധേയമാക്കേണ്ട വിഷയമാണിത്. ബാക്കിയൊക്കെ നമ്മൾ പരിശോധിക്കും. ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ വീടിന്റെ സ്കെച്ചും പ്ലാനും ഒക്കെ ഏറ്റവും സമർത്ഥനായ എഞ്ചിനീയറെ കൊണ്ട് വരപ്പിച്ചാലും പിന്നെ എന്തിനാ എത്ര ആളെ കാണിച്ചത് ഉറപ്പുവരുത്തുന്നത്? അവസാനം എലിവേഷൻ വരെ റെഡിയായിട്ട് മണല് ഏത് കടവിൽ നിന്ന് എടുക്കണം, കല്ല് ഏത് കോറയിൽ നിന്ന് എടുക്കണം എന്ന് വരെ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്ക്. ഒരു മുജാഹിദിന്റെ സംസാരമല്ല, ഒരു മുജാഹിദ് സമ്മേളനത്തിലെ മൈക്കയല്ല നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന മാനസികാവസ്ഥയിൽ ചിന്തിച്ചു നോക്കി. തൊട്ടപ്പെടുത്ത പച്ചക്കറി കടയിൽ ചെന്ന് കുമ്പളം വാങ്ങുമ്പോ അല്ലെങ്കിൽ മത്തം വാങ്ങുമ്പോ അത് മുറിച്ച് പൊളിച്ചു നോക്കി വാങ്ങാണ്, അല്ലെ? ഇപ്പുറത്തെ മാംസക്കടയിൽ ചെല്ലുമ്പോ മത്സ്യക്കടയിൽ ചെല്ലുമ്പോ പരിശോധിച്ചാണ് വാങ്ങുന്നത്. എന്നാൽ കാലഘട്ടങ്ങളായി മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന പല വിശ്വാസങ്ങളും നിലപാടുകളും അത് തെറ്റാണ്, അത് നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്നതാണ് എന്നൊരു പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
അതിന് കാതോർക്കാത്തവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കന്നിമൂല എന്നത് വളരെ വലിയൊരു വിശ്വാസമായി ചില ആളുകളെ മനസ്സിലുണ്ട്. എന്നാൽ സമസ്തയിലെ ചില പണ്ഡിതന്മാർ പോലും വളരെ ശക്തമായി ഇതിനെ എതിർക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? സമസ്തയിലെ ചില പണ്ഡിതന്മാർ പോലും എതിർക്കുന്ന ഈ നിലപാട് നമ്മളെടുത്തുണ്ടെങ്കിൽ നമുക്കെന്തോ കാര്യമായ തകരാറുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാണ്, കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരും ഏകന്മാരായിട്ടാണ് കൊണ്ടുവരപ്പെടുക. ഞാൻ ഇങ്ങനെ രാമുഖം പറയാനുള്ള കാരണം എന്താ അറിയോ? കഴിഞ്ഞ 3-4 വർഷമായി അൽഹംദുലില്ലാഹ് ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ അവസരം ലഭിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മരുതിങ്ങല സലഫി മസ്ജിദിൽ പല സുഹൃത്തുക്കളും ജുമാക്ക് വരുന്ന അവരുടെ കൈ വയറ്റത്ത് നിന്ന് നെഞ്ചത്തേക്ക് ഇങ്ങനെ പൊങ്ങുന്നത് മിമ്പറിൽ നിന്ന് ആഹ്ലാദത്തോടുകൂടെ കാണുന്ന, അള്ളാഹുവിനെ അത്യധികം സ്തുതിക്കുന്ന അനുഭവമുള്ള ഒരാളി എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, ഈ പ്രദേശത്തെ മനുഷ്യർ പൊതുവെ വിശാല വീക്ഷണമുള്ളവരും കാഴ്ചപ്പാടുള്ളവരുമാണ്. ഈ സ്ഥലം നമുക്ക് അനുവദിച്ച ബഹുമാനനായ വ്യക്തിത്വം അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ സംസാരം അവസാനിക്കുമ്പോൾ ഓരോരുത്തർക്കും പറയാൻ പറ്റും, വ്യക്തികൾ ആക്രമിക്കുകയായിരുന്നില്ല, കഥകൾ പറഞ്ഞു തീർക്കുകയായിരുന്നില്ല, ഒരു പോയിന്റിൽ തന്നെ കടന്ന് അതിങ്ങനെ നീട്ടിവലിച്ച് വിശദീകരിക്കുകയായിരുന്നില്ല. തെളിവുകളിൽ നിന്ന് തെളിവുകളിലേക്ക്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയി ജനങ്ങളോടുള്ള തുറന്ന ഹൃദയപൂർവമായ സംസാരങ്ങളായിരുന്നുവെന്നത് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ പുറത്ത് നാടിന്റെ നാനാഭാഗങ്ങളിൽ ഒരുപക്ഷെ ബഹുമാനനായ പണ്ഡിതൻ ഹുസൈൻ സലഫിയെ നേരിട്ട് ഒരിക്കൽ പോലും കാണാത്തവർ അദ്ദേഹത്തിന്റെ തുടർ പ്രഭാഷണങ്ങൾ ഇഷ്ടം പോലെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങളിലും 29, 30, 40, 50 പ്രഭാഷണ സീഡികൾ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. നമ്മൾ പലപ്പോഴും 10,000 മുടക്കി എത്തിക്കുന്ന മഹാപണ്ഡിതന്മാരുണ്ട് അല്ലെ? അവരുടെ പ്രഭാഷണത്തിന്റെ യോഗ്യതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ആ സംസാരങ്ങളുടെ വിശദാംശങ്ങളും കണ്ടന്റും ഇവിടെ നടക്കുന്ന സംസാരങ്ങളുടെ കണ്ടന്റും ഒക്കെ ഒന്ന് കൂട്ടിയിരുത്തി വിലയിരുത്തുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഈ പ്രസ്ഥാനം വിശ്വസിക്കുന്നുണ്ട്, ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നതിലേറെ, ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന് സാധിക്കുന്നതിലേറെ, തോക്കിൻ കുഴകൾക്കും AK-47 ട്രിഗറുകൾക്കും പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലെ വെടിയുണ്ടകൾക്കും സാധിക്കുന്നതിലേറെ തുറന്ന സംസാരങ്ങൾക്ക്, മനസ്സു തുറന്ന സംസാരങ്ങൾക്ക് പല കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി ഈ പ്രസ്ഥാനം വിചാരിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽക്ക് ഉള്ള ഇന്ത്യയുടെ ചരിത്രഗതിയെ പരിശോധിച്ച ആളുകൾക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം ആ ചരിത്രഗതികളിലെല്ലാം കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വന്നിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യം ബ്രിട്ടീഷുകാരന്റെ കരങ്ങളിൽ അമർന്നപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ഉന്നതമായ ചക്രവാളങ്ങളിലേക്ക് പറന്നുയരാൻ കൊതിച്ച ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ തൃഷ്ണയ്ക്ക് ധാർമ്മികതയുടെയും നന്മയുടെയും പുതിയ വഴി കാണിച്ച് വെളിച്ചം വീശി ബ്രിട്ടീഷുകാരന്റെ തോക്കിൻ കുഴക്ക് മുന്നിൽ പോയി തക്ബീർ ചൊല്ലി മരിക്കൽ മാത്രമല്ല നിങ്ങളുടെ ദൗത്യം, അതിന്റെ പുറത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ മഹാത്മാഗാന്ധി അദ്ദേഹം നയിച്ച ഉന്നതമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പിന്നിൽ നിന്ന് മുന്നോട്ടു പോയ ചരിത്രം വായിക്കുന്നിടത്ത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ വാർഷിക സമ്മേളനങ്ങളുടെ ഫ്ലക്സുകളിൽ അവർ പ്രദർശിപ്പിക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തെ സൃഷ്ടിച്ച മഹാമനുഷ്യരുടെ ചിത്രങ്ങളാണ്. മൗലാന ആസാദിനെ പോലെയുള്ളവർ ഇന്ത്യയിലെ ഉന്നതനായ സ്വാതന്ത്ര്യ സമര പോരാളിയാവുകയും അതേ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതുകയും അതേ സന്ദർഭത്തിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്ത മഹാവ്യക്തിത്വം നോക്കൂ നിങ്ങൾ. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, EK മൊയ്ദ് മൗലവി, അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽ സമൂഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതരായ വ്യക്തിത്വങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിന്റെ തീഷ്ണമായ വിപ്ലവങ്ങളുടെ തിരിച്ചു പിടിക്കലിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങളുടെ ഓഗസ്റ്റ് 14 രാവസാനിച്ച് 15 കടക്കുന്ന സമയത്ത് ചെങ്കോട്ടയിൽ നിന്നുയർന്ന മഹാപ്രഖ്യാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുശാഗ്ര ബുദ്ധികളായ നൂറുകണക്കിന് മനുഷ്യരിൽപ്പെട്ട ആളുകൾ അന്നവരെ ഇടപെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രയാസകരമായ അനുഭവമായിരുന്നു ഇന്ത്യയിലെ വിധവകളും അനാഥകളുമൊക്കെ. സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊന്നുകൂട്ടി കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ ഓർഡർ വരുമ്പോൾ പട്ടികളെ കൊന്നുകൂട്ടുന്നത് പോലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഇവിടുത്തെ തെരുവുകളിൽ കൊന്നുകൂട്ടിയപ്പോൾ ആ കൊന്നുകൂട്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അനാഥരായ മക്കൾ അവര് ഉപ്പ
ഉമ്മ നിങ്ങളെ വിളിക്കുന്നുണ്ട്, അച്ഛാ അമ്മ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് ചോരവാർന്ന് കിടക്കുന്ന അവരുടെ മേനികൾ കരികില്ലെന്ന് പറഞ്ഞപ്പോൾ, മക്കളെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ ഉപ്പ മരിച്ചിട്ടുണ്ട്, വരൂ എന്ന് പറഞ്ഞ് അവർക്ക് ചോറ് കൊടുക്കാൻ, കഞ്ഞി കൊടുക്കാൻ പാട്ടപ്പിരിവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയവരിൽ ഈ മൊയ്ത് മൗലവിയെ പോലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലെ, കെ ഉമർ മൗലവിയെ പോലെയുള്ള മഹായോഗികൾ ഉണ്ടായിരുന്നു. അന്നത്തെ പ്രശ്നം അതായിരുന്നു. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലി തകർക്കപ്പെട്ട ഇന്ത്യയിലെ സായാന്തന കാറ്റുകൾക്ക് ഫാഷിസത്തിന്റെ, തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ചൂരുണ്ടെന്നറിഞ്ഞപ്പോൾ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ 4-ാം നാളിൽ പാലക്കാട് കോട്ടമൈതാനിയിൽ ചേർന്ന മഹാസമ്മേളനം മെറ്റൽ ഡിറ്റക്ടറുകളിലൂടെ ബോംബുണ്ടോ, തോക്കുണ്ടോ, കത്തിയുണ്ടോ, കൊലപാതകത്തിന്റെ ശ്രമങ്ങളുണ്ടോ എന്ന് ഓരോരുത്തരെയും പരിശോധിച്ച് പോലീസ് സമ്മേളന നഗരിയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ആരുടെയും ശരീരത്തിൽ നിന്ന് മെറ്റൽ ഡിറ്റക്ടറിന്റെ മെഷീനിൽ നിന്ന് ബീപ് ബീപ് ശബ്ദം മുഴങ്ങിയിട്ടില്ലെങ്കിൽ ഈ മഹാപ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ ഉന്നതമായ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ നൽകിയ അംഗീകാരമായിരുന്നു. 4 ആള് കൂടിച്ചേരുന്നിടത്ത് വെടിയുതിർത്താനുള്ള ഫയർ ഓർഡറുള്ള ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും തെരുവുകളിലും പട്ടണങ്ങളിലും 4 ആള് ചേരുന്നതിനെതിരിൽ അനൗൺസ്മെന്റ് വാഹനങ്ങൾ, പോലീസിന്റെ അനൗൺസ്മെന്റുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 10,000-ങ്ങളെ ഒരു പന്തലിന്റെ ചോട്ടിലിരുത്തി അന്ന് ഈ രാജ്യത്തിന്, ഈ കേരളത്തിന് വഴിയാകുന്ന രീതിയിലുള്ള മഹാപ്രഖ്യാപനങ്ങൾ വന്നു. എന്തായിരുന്നു അതിലൊരു പ്രഖ്യാപനം? ഇന്ത്യയിലെ ആയിരക്കണക്കിന് പള്ളികൾ തല്ലി തകർക്കപ്പെട്ടാലും ഇന്ത്യയിലെ ഒരു ക്ഷേത്രാങ്കണത്തിന്റെ കല്ല് പോലും ഇളക്കാൻ മതം നിങ്ങൾ അനുവദിക്കുന്നില്ല, അതിന് ജിഹാദ് എന്ന് പേര് വിളിക്കേണ്ടതില്ല എന്ന് ഉജ്ജ്വലമായി പ്രഖ്യാപിച്ച് ഈ പ്രസ്ഥാനം ആ രംഗത്തിടപെട്ടു. കേരളത്തിന്റെ തെരുവുകളിൽ, ഗ്രാമങ്ങളിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു യുവജന പ്രസ്ഥാനം തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്തു. ആദ്യത്തെ കേരളത്തിലെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരുള്ള ക്യാമ്പയിൻ അന്ന് മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായി നയിച്ചു. ഇന്ന് സുഹൃത്തുക്കളെ മറ്റൊരു ഘട്ടത്തിലാണ് നാം എത്തിച്ചേർന്നിട്ടുള്ളത്. അസഹിഷ്ണുത എന്ന പദപ്രയോഗം LKG കുട്ടി മുതൽക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിൽ പഠിക്കുന്നവൻ വരെ, പാവപ്പെട്ട പണിക്കാരൻ മുതൽക്ക് ബെഡിൽ രോഗത്തിന്റെ പീഡകൾ അനുഭവിക്കുന്ന രോഗി വരെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദാദ്രിയിലെ അഖ്ലാഖിന്റെ തലക്കുമുകളിൽ വീണത് ഇഷ്ടികയായിരുന്നില്ലെന്നും അയാളുടെ തലക്കുമുകളിൽ വീണത് പട്ടിക കഷ്ണമായിരുന്നില്ലെന്നും ഇന്ത്യ എന്ന മഹാരാജ്യം ഈ രാജ്യത്തെ ജനങ്ങളെ നൂറ്റാണ്ടുകൾ കൊണ്ട് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിന്റെ താഴികക്കുടങ്ങളായിരുന്നു തല്ലി തകർക്കപ്പെട്ടത് എന്നും വിചാരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, വികാരജീവികളായ ഇവിടുത്തെ ഹിന്ദുത്വ അജണ്ട ഏറ്റെടുത്തവർ അവർ ചെയ്യുന്നത് തെറ്റാണെന്നിരിക്കെ തന്നെ, അവരെടുത്ത് തകരാറുണ്ടെന്നിരിക്കെ തന്നെ നമുക്ക് ചില ബാധ്യതകൾ കൂടിയുണ്ട്. എന്താ കാരണം? അവരെ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്താനുണ്ട്, അവരെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കണ്ടെടുത്ത് വെച്ച് നിങ്ങൾ അവരെ കൊല്ലുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ഉത്തരവ് അത് വഴിയിൽ കാണുന്ന മുഴുവനെയും വെട്ടി നിരത്താനുള്ള രേഖയല്ലെന്നും യുദ്ധഭൂമിയിലേക്ക്, യുദ്ധത്തിന്റെ ഘട്ടത്തിലേക്കുള്ള നിർദ്ദേശമാണെന്നും അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അസഹിഷ്ണുതക്കുള്ള ഏറ്റവും വലിയ പരിഹാരം പാർലമെന്റുകൾക്ക് നിർവഹിക്കാൻ കഴിയുന്നതിലേറെ, കോടതി മുറികൾക്ക് നിർവഹിക്കാൻ കഴിയുന്നതിലേറെ ഏറ്റവും ശക്തമായി നിർവഹിക്കാവുന്നതാണ് തുറന്ന സംസാരം. ഹിന്ദുവും മുസ്ലിമും, ഹിന്ദുവും ക്രിസ്ത്യാനിയും, മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ അവരുടെ ആശയങ്ങളെ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കുക. അസഹിഷ്ണുതക്കുള്ള ഏറ്റവും ശക്തമായ പരിഹാരം ഇന്ത്യയിലെ ഭരണകൂടങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത, ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മഹാദൗത്യം എന്താ? എന്റെ അയൽവാസിയായ അയ്യപ്പനോടും, എന്റെ അയൽക്കാരനായ ജോസഫിനോടും, എന്റെ അയൽക്കാരിയായ ലീലച്ചേച്ചിയോടും ഞാൻ പറയണം, ലീലച്ചേച്ചി, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല ഇസ്ലാം. നീണ്ട താടി വെച്ച ചില മനുഷ്യർ പാകിസ്ഥാനിലെ സ്കൂളിൽ ചെന്ന് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ തലയിൽ വെടിയുതിർത്തുവെങ്കിൽ അവരുടെ AK-47 റൈഫിളുകളിൽ നിന്ന് ഉയർന്നത് ജിഹാദിന്റെ ഉണ്ടയല്ലെന്നും അവര് തോക്കുകൊണ്ടല്ല മുട്ടുസൂചി കൊണ്ടാണത് ചെയ്യുന്നതെങ്കിൽ പോലും അത് ഇസ്ലാമല്ലെന്നും ലോകത്തോട് പറയാനുള്ള ഉന്നതമായ മാനസികാവസ്ഥ. എന്നിട്ട് ഞാൻ ലീലച്ചേച്ചിക്ക്, എന്നിട്ട് ഞാൻ ജോസേട്ടന്, എന്നിട്ട് ഞാൻ അയ്യപ്പന്, എന്നിട്ട് ഞാൻ മോദിജിക്ക്, എന്നിട്ട് ഞാൻ ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിന് എന്ന് വേണ്ട സർവർക്കും പറഞ്ഞു കൊടുക്കണം. എന്ത്? അമ്മക്കിളിയുടെ കൂട്ടിൽ നിന്ന് കുഞ്ഞിക്കിളിയെ പിടിച്ചുകൊണ്ടുവന്ന തന്റെ അനുചരനെ വിളിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, അമ്മക്കിളിയുടെ കൂട്ടിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോയി വിട്, അതിന്റെ കരച്ചിൽ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന
എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോകട്ടെ, നോക്കൂ നിങ്ങൾ, ഉറുമ്പുകൾ വരിയിട്ട് പോകുന്ന വരി പ്രവാചകൻ ശ്രദ്ധിക്കണം. ഗോതമ്പ് മണികൾ അതിന്റെ കാലുകളുടെ അറ്റത്ത് പ്രവാചകൻ നോട്ട് ചെയ്യാണ്. പട്ടാളക്കാരനെ വിളിക്കാണ്. പട്ടാളക്കാരനെ വിളിച്ച് സെക്യൂരിറ്റി നിർത്തിയത് രാജ്യത്തെ ഭരണാധികാരിക്ക് വേണ്ടിയല്ല, മറിച്ച് രാജ്യത്തെ ഭരണാധികാരിയായ പ്രവാചകൻ ഈ ഉറുമ്പുകൾക്ക് വേണ്ടിയാണ്. എന്താ? പട്ടാളം മാർച്ച് പാസ്റ്റ് ചെയ്തു പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ അവരുടെ കാലുകൾക്കടിയിൽ ഈ കുഞ്ഞുറുമ്പുകളുടെ ഗോതമ്പ് സ്വപ്നങ്ങൾ തകർന്നടിയരുത് എന്ന വികാരമായിരുന്നു. ഈ മഹത്തായ വികാരം മനുഷ്യ ചരിത്രത്തെ പഠിപ്പിച്ച പ്രവാചക തിരുമേനി ആരാധനയ്ക്കു വേണ്ടി കഅബാലയത്തിലേക്ക് എത്തിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കഅബാലയത്തിന്റെ താക്കോല് കൊടുക്കാതെ കയ്യിലിട്ട് അമ്മാനമാടി പരിഹസിച്ച് തിരിച്ചു പോകാണ് ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തി. വസന്തവും ഹേമന്തവും കടന്നു പോയൊരു ദിവസം ഈ മഹാരാജ്യത്തിന്റെ അധികാരം ഒരു ഇറ്റി ചോര ഭൂമിയിൽ വീഴാതെ പ്രവാചകന് കിട്ടിയപ്പോൾ കഅബാലയം അടഞ്ഞു കിടക്കായിരുന്നു. എവിടെ കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ എന്ന് അന്വേഷിച്ചപ്പോ ഒരു സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട മാൻപേടയെ പോലെ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഉസ്മാൻ എല്ലാ ഓർമ്മകളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് താക്കോല് കൊടുത്തപ്പോൾ ആ താക്കോല് പ്രവാചകൻ ഉസ്മാന്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉസ്മാൻ, ഇന്നലെ നിങ്ങളാണിത് തുറന്നത്, മിനിയാന്നും നിങ്ങളാണിത് തുറന്നത്, ഇന്നും എന്റെ സന്തോഷത്തിന്റെ ഈ ദിവസത്തിലും താങ്കളാണിത് തുറക്കേണ്ടത്. പ്രവാചകന്റെ തോളിലേക്ക് വീണ് ഇസ്ലാം സ്വീകരിച്ച് ഉസ്മാൻ താക്കോല് തുറന്ന് കടന്നെങ്കിൽ ഈ മഹാപ്രവാചകൻ എങ്ങനെ ലോകത്തെ എല്ലാവിധ അസഹിഷ്ണുതയുടെയും തിന്മയുടെയും ആളായി മാറും? സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ പറയാണ്, വളരെ കൃത്യമായ ഒരു അജണ്ട ഇവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഇൻ ഇറാഖ് എന്ന പേരിൽ ഒരു സംവിധാനം. അത് ഇസ്ലാം അല്ലെന്ന് 40 ലക്ഷം മുസ്ലിങ്ങളെ അണിനിരുന്ന അറഫ പ്രസംഗത്തിൽ 40 ലക്ഷം മുസ്ലിങ്ങൾ, ഒരു വർഷത്തിലെ ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും ഒരു നാട്ടിലേക്ക് തിരിയുന്ന നേരണ്ട്. അറഫ പ്രസംഗത്തിന്റെ നേരം, ഹജ്ജിന്റെ വേള, തൽബിയത്തിന്റെ വരികൾ താളങ്ങളായി ആകാശത്തേക്ക് ഉയരുന്ന നേരം, ഒരേ വേഷത്തിൽ ഇംഗ്ലീഷുകാരനും ഇന്ത്യക്കാരനും ഒക്കെ വിശാലമായ അധികാര വരമ്പുള്ള ആ രാഷ്ട്രത്തിന്റെ തലവൻ സൽമാൻ രാജാവ് പോലും സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളെ പോലെ വേഷം ധരിച്ച് അവരെ പോലെ സഫിൽ നിൽക്കുന്ന ദിവസം ഗ്രാൻഡ് മുഫ്തി, മുസ്ലിം ലോകത്തിന്റെ മസ്അലകളിൽ വിധി പറയുന്ന ഗ്രാൻഡ് മുഫ്തി ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. 2 കണ്ണുമില്ല അദ്ദേഹത്തിന്, പക്ഷേ 2 കണ്ണുള്ളവർ കാണുന്നതിലേറെ അകക്കണ്ണുകൊണ്ട് കണ്ട് സലഫി പണ്ഡിതനായ സലഫി ചിന്താധാരയെ തീവ്രവാദത്തിലേക്ക് ചേർത്ത് നിർത്തുന്നവർ അറിയുക എന്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകത്തുള്ള മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ബെഡിൽ മരണം കാത്തുകിടക്കുന്ന വിശ്വാസി, നിനക്കെന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യ. പാടത്ത് അധ്വാനിക്കുന്ന കർഷക മുസ്ലിമേ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യ. ISIS-നെതിരിൽ എന്ന് പ്രഖ്യാപിച്ചു. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വെണ്ടക്ക നിരത്തിയില്ല. പത്രാഫീസിലെ കമ്പ്യൂട്ടറിലെ ആ ടൈറ്റിൽ വലുതാക്കണിനും ചെറുതാക്കണിനനുസരിച്ച് മാധ്യമ പ്രവർത്തനം മാറുന്ന രീതിയിൽ വിഷയം നീളുന്ന വലുതാകുന്ന കാലത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ട്വിറ്ററിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിലൂടെ ലോകത്തെ ഈ വിഷയം അറിയിച്ചു. നാം പറയുന്നു ഇത് പാശ്ചാത്യ സൃഷ്ടിയാണെന്നത് സ്നോഡൻ അടക്കമുള്ള ആളുകളുടെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. 2000 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇസ്രായേലിൽ ഇതിന്റെ പേരിൽ ഒരു പടക്കം പോലും പൊട്ടിയില്ല. എന്നാലോ 4000 കിലോമീറ്റർ അപ്പുറത്ത് ഫ്രാൻസിൽ അവിടെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായി. വാർ വെപ്പൺസും കൊണ്ട്, യുദ്ധോപകരണം കൊണ്ട് എത്രയോ എയർപോർട്ടുകൾ കടന്ന് മെറ്റൽ ഡിക്റ്റേറ്ററുകൾ അതിജീവിച്ച് എത്തുന്നു. ശരീരം മുഴുവൻ പൊട്ടിച്ചിതറി നശിച്ചു, ബിൽഡിങ്ങുകൾ തകർന്നു. പക്ഷേ പാസ്പോർട്ടിന്റെ കോപ്പി മാത്രം സേഫ്. മുഹമ്മദ് ബിൻ മൂസ അൽ കൂസി എന്തേ മുസ്ലിമാണ്? എങ്ങനെ പാസ്പോർട്ട് മാത്രം എങ്ങനെ സംരക്ഷിക്കപ്പെട്ടത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് പറയാണ്, തീവ്രവാദവുമായി ഒരു യോജിപ്പുമില്ല. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദത്തിനെതിരെ നടത്തിയ നീക്കങ്ങൾ ചരിത്ര പ്രസിദ്ധമാണ് അല്ലെ? എങ്ങനെയാണ് ഫയാസ് കാശ്മീരിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു, സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചു. സൈന്യം കൊന്നതോ ഫയാസ് മരിച്ചതൊക്കെ വേറെ സ്റ്റോറിയാണ്, ഞാൻ അങ്ങോട്ട് പോണില്ല. പക്ഷേ ഫയാസിന്റെ ഉമ്മ പറഞ്ഞു, എനിക്ക് കാണണ്ടാവനെ എന്ന് പഠിപ്പിച്ചതിന്റെ പിന്നിലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ഒന്നിച്ച് തീവ്രവാദത്തിനെതിരിൽ സ്വന്തം സമൂഹത്തിൽ നിന്ന്, സ്വന്തം ഇടയിൽ നിന്ന് വരുന്ന തീവ്രവാദത്തിനെതിരെയുള്ള ഒരു ശക്തമായ നീക്കാണ് മുസ്ലിം യൂത്ത് കോർഡിനേഷൻ മുതലക്കുളത്ത് പ്രഖ്യാപിച്ച മഹാസമരം. അത് NDF-നെ പോലെയുള്ള ഇവിടുത്തെ ചില തീവ്രവാദി പ്രസ്ഥാനങ്ങളെ ഏറ്റവും ശക്തമായി പിന്നിലേക്ക് അവർ വരുന്ന
അവർക്ക് അവരുടെ അജണ്ട നിർത്തിവെക്കേണ്ടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നത് സത്യമാണ്. തുറന്നു പറയാൻ RSSഉം NDFഉം രണ്ടും തുല്യമാണെന്ന് തുറന്നു പറയാൻ, ഹിന്ദുവിനെ സംരക്ഷിക്കാൻ RSSഉം NDFനെ സംരക്ഷിക്കാൻ, മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ NDFഉം ഉണ്ടാവുകയില്ലെന്ന് പറയാൻ, ഒരു വോട്ട് ബാങ്കിനെയും പേടിയില്ലാതെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന മഹത്തായ കൂട്ടായ്മ അതിശക്തമായി മുന്നോട്ടു പോകും. അതിന്റെ ഭാഗമാണ് കേരളത്തിലെ 60 ലക്ഷം മനുഷ്യർക്ക് 10 ലക്ഷം വീടുകളിലേക്ക് മെറ്റീരിയലുകളുമായി നമ്മൾ കടന്നെത്തിയത്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, അത് അതിശക്തമായി തുടരുന്നു. നാനാജാതി മതസ്ഥരിൽ നിന്ന് അതിന് കിട്ടുന്ന സ്വീകാര്യത, അതാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തൊട്ടടുത്ത നമ്മുടെ ആ മഹല്ലിൽ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ റമളാൻ മാസത്തിൽ മാത്രം അവിടുത്തെ വരാന്തയിൽ വെച്ച ചുമന്ന ബക്കറ്റിൽ 8.5 ലക്ഷം രൂപ നമ്മൾ പിരിച്ചിട്ടുണ്ട്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക്. ഇവിടുത്തെ രോഗികളെ, പാവപ്പെട്ടവരെ, ദരിദ്രരെ, വിധവകളെ, അനാഥകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങളുടെ ഫയലിൽ ഒരുപാട് അപേക്ഷകൾ വന്നു കിടക്കുന്നുണ്ട്. ഈ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവരെ ഫോട്ടോ ഫ്ലാഷുകൾക്ക് മുന്നിലും ക്യാമറകൾക്ക് മുന്നിലും നമ്മൾ കൊണ്ടുവരാറില്ല. അവരുടെ കാലം അവരോട് ചോദിച്ച ചോദ്യവും ജീവിതത്തിന്റെ ദുരന്തമുഖത്ത് കരഞ്ഞിരിക്കുന്നവരുടെ ഫോട്ടോ കാണിച്ചിട്ട് വേണ്ട സംഘടന വലുതാക്കാൻ എന്ന ആത്മാർത്ഥ വിശ്വാസമുള്ളതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രസ് ബാങ്ക് ആണെങ്കിലും അതല്ലെങ്കിൽ സോഷ്യൽ സർവീസ് രംഗത്തെ ഏത് പ്രവർത്തനം, ഈദ് കിസ്ബിയാകട്ടെ, സ്നേഹസ്പർശമാകട്ടെ, ഏതാകട്ടെ, കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പാവങ്ങളുടെ ഭക്ഷണമായിരുന്നു നമ്മൾ ഏറ്റെടുത്തത്. അവിടുത്തെ കിണറിന്റെ പുനരുദ്ധാനം, അവിടുത്തെ ബാക്കിയുള്ള സൗകര്യങ്ങൾ, വൺ ടൈം ഗവൺമെന്റ് ഫണ്ട് കൊടുത്താൽ പിന്നീട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഫണ്ട് കിട്ടില്ല, ഇവരിതൊക്കെ തല്ലി തകർക്കും, ഭ്രാന്ത് പിടിച്ച മനുഷ്യന്മാരെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചെന്ന് ഞങ്ങളോട് വിഷയങ്ങൾ സംസാരിച്ചപ്പോ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ ഇട്ട കാര്യങ്ങൾക്ക് കിട്ടിയത് ലക്ഷങ്ങളുടെ പ്രതികരണമായിരുന്നു. പെരുന്നാളിന്റെ അന്ന് ഒരു നല്ല കുപ്പായമില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കുപ്പായം കൊണ്ടേ കൊടുത്തു, കുപ്പായല്ല ടോക്കൺ കൊടുത്തു. ബന്ധപ്പെട്ട ടെക്സ്റ്റൈൽസിൽ പോയി നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. എന്തേ? ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത കുപ്പായാണ് ആ കുട്ടി ധരിച്ചത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കരുത് എന്നാണ് ചിന്തിച്ചത്. സുഹൃത്തുക്കളെ, ബഹുമാനനായ നമ്മുടെ മന്ത്രി അനിൽകുമാർ സാറ് ഇന്ന് ഇവിടെ മനോഹരമായി നമ്മുടെ ഒരു ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ കൈകളാൽ പ്രകാശിതമാവുകയാണ്. ആ ഡോക്യുമെന്ററിയുടെ കണ്ടന്റ് ഖുർആൻ ലോകത്തുണ്ടാക്കിയ മഹത്തായ വിപ്ലവത്തെ സംബന്ധിച്ചുള്ളതാണ്. ഡോക്യുമെന്ററി 15 രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടെ കൗണ്ടറിൽ നിന്ന് ലഭിക്കും. ആ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്ന ഡോക്യുമെന്ററികൾ നിങ്ങൾ വാങ്ങുക, ആവശ്യമുള്ളത്ര കോപ്പി വാങ്ങുക. അത് കാണിക്കണമെന്ന് തോന്നുന്ന ആളുകളെ കാണിക്കാൻ ആവശ്യമായ കോപ്പി എത്ര വേണമെങ്കിലും കൗണ്ടറിൽ ലഭ്യമാണ്. അത് കൈപ്പറ്റണമെന്ന് ഈ സന്ദർഭത്തിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനം ഫെബ്രുവരി 13, 14 തീയതികളിൽ കോഴിക്കോട് നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ സംഗമം, ആ സംഗമത്തിൽ നമുക്ക് മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാന്യനായ മന്ത്രി. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. സാധാരണ അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങളൊക്കെ പറയാറുള്ളത്, ഒരു സദസ്സ് ചെന്ന ആ സദസ്സിലെ ആദ്യത്തെ മുൻനിരയിലുള്ള മുഴുവൻ ആളും പേര് വേണമെങ്കിൽ വിളിച്ചു പറയാൻ കഴിയുന്നുള്ള നിലക്കാണ്. പലപ്പോഴും ഇപ്പൊ നസീഫും നമ്മളൊക്കെ ഉള്ള പല ഡിസ്കഷനുകളും ഉണ്ടാവാറുണ്ട്. അത്രയും സമൂഹത്തിൽ ഇടപെടുന്ന ബഹുമാന്യ വ്യക്തിത്വം, നമുക്കേറെ ഒരുപാട് കാര്യങ്ങളിൽ ഉപകാരങ്ങൾ ചെയ്തു തന്ന ബഹുമാനനായ മന്ത്രിയാണ്. മന്ത്രി നമ്മുടെ മുഖ്യാതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് ക്ഷണിക്കുന്നു. അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനം കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് പ്രൊഫ്കോൺ ആണ് വരാനുള്ളത്. പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്ന പരിപാടി ഇപ്രാവശ്യം എറണാകുളത്താണ് നടക്കുന്നത്. നമുക്കറിയാം, പീസ് റേഡിയോ എന്ന നമ്മുടെ സംവിധാനം ഡോർ ടു ഡോറുകളിലൂടെ സമൂഹത്തിലേക്ക് ചെന്നപ്പോൾ നമുക്കുണ്ടായ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ നിർമ്മിക്കുന്ന സംവിധാനമാണ് പീസ് റേഡിയോ. ഓൺലൈൻ സംവിധാനമാണ്. AM FM സംവിധാനങ്ങൾക്ക് ഇന്ത്യയിൽ നിലവിൽ പെർമിഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഓരോ വീട്ടിലും ചെന്നപ്പോ ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്ന കുടുംബത്തോട് വീണ്ടും സംസാരിക്കാൻ എന്തുണ്ട് വഴി? കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തിയ എന്റെ സഹപ്രവർത്തകർക്ക് വീണ്ടും ചെല്ലാൻ പറ്റില്ല. അപ്പൊ അവർക്ക് സമാധാനം നൽകാനുള്ള സംവിധാനം, അതിന്റെ അണിയറയിൽ ഏറ്റവും ശക്തമായ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ബഹുമാനനായ മന്ത്രിയെ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ സംസാരത്തിനു വേണ്ടി ഞാൻ അധ്യക്ഷന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹൃദ അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.